ഇതിൻ്റെ 100-ാം വാർഷികത്തോടു കൂടി എനിക്ക് എന്തോ ഒരു ഉയർച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അത് മഹാന്മാരാകുന്ന ഇതിലേക്ക് നേതൃത്വം നൽകിയ മഹത്തുക്കളാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാഹിത്യത്തിൻ്റെ ആ മദത് കൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ടാണ് എവിടെ ചെന്നാലും അതിൻ്റെ സമ്മേളനങ്ങളുണ്ടല്ലോ, നമ്മളെ ഈ സ്വീകരണ സമ്മേളനങ്ങൾ, അത് വളരെ അഭൂതപൂർവമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോടും ഒരു വെറുപ്പില്ല, ആർക്കും നമ്മളോടൊരു വെറുപ്പുണ്ടാവരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയോട് അതിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കണം. അതിനെ ചെറുതായി ആരും കാണിക്കരുത്. അതിനെ വഷളാക്കണ നിലക്കുള്ളതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അതാരിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മിഞ്ഞാന്നൊരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ സമസ്ത വഴങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്ത, അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സമസ്ത ആരെ മുന്നിലും വാങ്ങിക്കൊടുക്കണേ, അല്ലെങ്കിൽ സമസ്തനെ ആർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കൂല, ഒരിക്കലും അനുവദിക്കൂല. മനസ്സിലായി? അങ്ങനെ ആകുമ്പോൾ ഈ പണി ഇവിടെ നിർത്തുകയും ചെയ്യും. അന്ന് മുതൽ ഇത് അവസാനിപ്പിക്കും. സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് ഞാനത് ഒഴിവാകും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇതിന് വീങ്ങി, അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അങ്ങനെയല്ലോ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി, അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുമാണത് സ്വീകരിക്കേണ്ടത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ സംവിധാനങ്ങളുള്ള സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ തലീകെട്ട് കെട്ടിയ ആളുകളാകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത്. അവർ ഈ ലോകത്ത് നിങ്ങളെ മാതിരിക്ക് തന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ച് അറിയുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ കൂകുന്നവനോടല്ല. അവനക്കൊക്കെ പലതും എന്തും കൂവാം. പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനക്ക് ജീവിതമാർഗ്ഗമുള്ളത്. നമ്മളാരും ജീവിതമാർഗം മുടക്കാൻ പോകണ്ട. ഇതൊക്കെ എന്തെങ്കിലും തോന്നിയസനം പറഞ്ഞ് കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കിട്ടട്ടെ, അതിനൊന്നും ഇപ്പോൾ നമ്മൾക്ക് എതിരില്ല. പക്ഷെ അതല്ല, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഉണർത്തുകയാണ്. ഇതിപ്പോൾ ഏത് ചേരയാണെങ്കിലും ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സമസ്ത കേരള ജമീയത്തുൽ ഒരു പാവം സംഘടനയാണ്. ഇതിൻ്റെ നേരത്തെ ആർക്കും ഉദരകേര ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അപ്പോൾ അത് ചെറിയ ഒരു നമ്മൾ പറയലുണ്ടല്ലോ, ചേരാണെങ്കിലും ചവിട്ടിയൊക്കെ അടിക്കുമെന്ന്. അപ്പോൾ അത് വിഷമില്ലാന്നൊന്നും വിചാരിക്കേണ്ട, വിഷം ഈ സംഘടന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കടിയാണ് ഈ കാരം കടിക്കണം. അപ്പം അതുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ആരും ശ്രദ്ധിക്കരുത്. ഈ നല്ല നിലക്ക് അങ്ങോട്ടും കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം. എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട തങ്ങള് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾ വയനാട്ടിൽ ഇന്നലെ സ്വീകരണ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ പറഞ്ഞ വാക്കുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ഈ സമസ്തയെ, ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തെ, ബഹുമാനപ്പെട്ട സമസ്തയെ അങ്ങനെ താറടിച്ച് കാണിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിവിടെ നിർത്തിക്കോ. ഇതൊരു താക്കീതാ. ഏത് താക്കീത്? തിരിച്ചടികൾ ഉണ്ടാവും. തലയെക്കെട്ട് കെട്ടിയവരാണ്, താടി വെച്ചവരാണ്, പഴഞ്ചന്മാരാണ്, വേഷവിധാനം കൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാ സിസ്റ്റത്തെയും വ്യക്തമായി അറിവുള്ള, അതിനെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ള, നല്ല കെൽപ്പുള്ള, നട്ടലുള്ള കുട്ടികൾ ഈ സംസ്ഥയോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. പിന്നെ വാർത്ത കൊടുക്കുന്നവര് അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് സമസ്തക്കെതിരെ വാ തുറന്ന് ഉറഞ്ഞു തുള്ളുന്നവര് കേൾക്കേണ്ട കാര്യം, തങ്ങൾ പറഞ്ഞില്ലേ മുനാഫിക്കിന്റെ പണി എടുക്കണ്ട, അത്ര മാത്രമേ പറയാനുള്ളൂ. മുനാഫിക്കിന്റെ പണി എടുക്കണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് സംസാരിച്ചതാ. കേരളത്തിലെ മീഡിയകള്, ചാനലുകാര് നടത്തുന്ന ഈ പറയുന്ന നെറികേടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാ.
ആ നെറികേട് ആ സമയത്തിൽ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ ചില മുനാഫിക്കുകൾ കൂടെ നിന്നുകൊണ്ട് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങളിത് കൊടുക്ക് എന്നുള്ള രീതിയിൽ പേട് വാർത്തകൾ പടച്ചു വിടുന്നുണ്ട് എന്നുള്ളത്. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. സമസ്ത അജയ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തങ്ങളും അത് പറയുന്നുണ്ട്. ഈ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സമസ്തക്ക് ഇത്രയും വലിയ ഒരു ഊർജം, ഒരു എക്സ്ട്രാ എനർജി അത് കൈവരിച്ച ഒരു സ്ഥിതിവിശേഷമാണ് സമസ്തക്കുള്ളത് എന്ന് തങ്ങൾ അതിനൊരു കാരണം പറയുന്നുണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ യാത്രയിൽ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഈ ശതാബ്ദി സന്ദേശ യാത്രയുമായിട്ട് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുമ്പോ, ആ പുറപ്പെടുന്നതിന് മുമ്പ്, കന്യാകുമാരിയിലേക്കുള്ള യാത്ര തിരിക്കുന്നതിന് മുമ്പ് തങ്ങൾ പോയി കണ്ട് ചിലരോടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിച്ച് അനുവാദം വാങ്ങിയിട്ടാണ് ഇറങ്ങുന്നത്. അതിൽ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദുണ്ട്, ഷംസുൽ ഉലമയുണ്ട്, ചെറുശ്ശേരി ഉസ്താദുണ്ട്, കാളമ്പാടി ഉസ്താദുണ്ട്, മമ്പുറം തങ്ങളുണ്ട്, ജിഫ്രി മക്കാമിൽ കിടക്കുന്ന ജിഫ്രി കുടുംബമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാണക്കാട്ട് സാദാത്യങ്ങളുണ്ട്, PMS പൂക്കോയ തങ്ങളുണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ട്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുണ്ട്. ഈ മഹാരഥന്മാരുടെ ഒക്കെ അനുവാദം വാങ്ങിയിട്ടാണ് തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ ഇന്നലെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഈ 100-ാം വാർഷികം വന്നപ്പോൾ ഒരു എക്സ്ട്രാ എനർജി, ഒരു പുതിയ ഒരു ഊർജം അത് ഈ സമസ്തക്ക് കൈവരിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഉസ്താദന്മാരുടെയും മശായിഖന്മാരുടെയും ഒരു വല്ലാത്തൊരു മദത് ലഭിക്കുന്നുണ്ട് എന്ന്. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ യാത്രയിൽ ഉടനീളം സയ്യിദുൽ ഉലമയെ കൈപിടിച്ച് നടത്തുന്നത് അത് ഈ മഹാന്മാരൊക്കെയാണ് എന്നുള്ളത്. അവരെ നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ ക്യാമറ കണ്ണുകൾ കൊണ്ട് അവരെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവരുടെ മദത്, അവരുടെ പ്രത്യേക കൺട്രോള്, ഒരു സംരക്ഷണം, അവരുടെ നൂറ്, ആ നൂറ് ഈ തങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുന്നുണ്ട്, തങ്ങൾക്ക് വഴികാട്ടിക്കൊണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിന്റെ സ്വീകരണ വേദികളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ സംസ്ഥ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് അതൊരു മഹത്തായ പ്രസ്ഥാനമാണ്. അത് വല്ലാത്ത ഈ ദീന് പറഞ്ഞ പ്രസ്ഥാനമാണ്. കേരളക്കരയിൽ ദീൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ദീന് പറഞ്ഞത് സമസ്തയാണ്. സമസ്ത മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. മറ്റാരും ദീന് പറഞ്ഞിട്ടില്ല എന്ന് അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് സമസ്ത ദീന് മാത്രം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നും നമ്മുടെ പൂർവികര്, നമ്മുടെ വഴികാട്ടികള്, നമ്മുടെ മുൻഗാമികള്, നമ്മുടെ സച്ചരിതരായ പ്രബുദ്ധരായ ഉന്നതരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ പിതാക്കന്മാര്, അവരുടെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും ഇവരാണ് എന്റെ വഴികാട്ടി എന്ന് നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്നതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൗദൂദികൾക്കും വഹാബികൾക്കും അവരുടെ സ്ഥാപക നേതാക്കള്, അവരുടെ പ്രസ്ഥാനത്തിന്റെ പിതാക്കന്മാര്, ആ പിതാക്കന്മാരെ കുറിച്ച് വാ തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാ? അവര് ദീന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അവര് പറഞ്ഞത് മറ്റു പലതുമായത് കൊണ്ടാണ്. നമുക്കിന്നും നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പിതാക്കന്മാര്, നമ്മുടെ നേതാക്കള്, നമ്മുടെ പൂർവികര്, നമുക്ക് വഴി തെളിയിച്ചു തന്നവര്, അവരെ കുറിച്ച് നമുക്ക് വാചാലനാവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ രാഷ്ട്രത്തോടൊപ്പം നിന്നുകൊണ്ട് അവര് പറഞ്ഞത് ദീനാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഉമ്മത്തിന് വഴികാട്ടിയവർ അവരായത് കൊണ്ടാണ്. ഈ ഉമ്മത്തിന് വിശ്വാസങ്ങളും കർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് ഈ മശായിഖന്മാരാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ മശായിഖന്മാരുടെ മദത് അത് ഇന്നും സമസ്തക്ക് ലഭിക്കുന്നു. ഞാൻ ഇന്നിപ്പോ കുറച്ച് നേരത്തെ നിങ്ങളുമായിട്ടൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സയ്യിദുൽ ഉലമയും നമ്മുടെ മശായിഖ് ഒക്കെ ആയിട്ടുള്ള ശൈഖുനാ ശംസുൽ ഉലമയും തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു അനുഭവം. ആ അനുഭവം സയ്യിദുൽ ഉലമ തുറന്നു പറയുന്ന ഒരു അനുഭവത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ അനുഭവങ്ങൾ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇന്ന് നമ്മളെ നയിക്കുന്ന സയ്യിദുൽ ഉലമയെ ഈ നേതൃത്വത്തിന്റെ ഈ ചുക്കാൻ സയ്യിദുൽ ഉലമയിലേക്ക് എത്തിച്ചത് മഹാനായ ശംസുൽ ഉലമയാണ് എന്നുള്ളതാണ്, അല്ലേ?
അതല്ലേ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമ ബാപ്പു ഹാജിയോട് പറഞ്ഞത്. എന്റെ തങ്ങൾ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം വരും ബാപ്പു ഹാജി, അന്ന് എന്റെ തങ്ങളെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമ പറയുക. ആ ശംസുൽ ഉലമ വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ സ്ഫുടം ചെയ്തെടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റി പറയാൻ കഴിയും. സ്ഫുടം ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മുറബിയായ ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മഹാനായ ഷെയ്ഖുനാ ശംസുൽ ഉലമ ഇങ്ങനെ വളർത്തി പരിപാലിച്ച് സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചെടുത്ത വ്യക്തിയാണ് നമ്മുടെ സയ്യിദുൽ ഉലമ. ആ സയ്യിദുൽ ഉലമ ഇന്ന് സമസ്തയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട്, കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേ നടക്കുമ്പോ ആ സയ്യിദുൽ ഉലമയുടെ വിരലിൽ തൂങ്ങിക്കൊണ്ട് പിന്നിൽ നടക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൺനിറയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഇപ്പോ വയനാട്ടിൽ എത്തി നിൽക്കുന്ന ഈ പറയുന്ന യാത്ര, ആ യാത്രയിൽ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി വയനാട്ടിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടത് അത്രയും കണ്ണിന് അത്രമാത്രം കുളിരേകുന്ന ആനന്ദകരമായ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പലവട്ടം പറഞ്ഞത്, സയ്യിദുൽ ഉലമ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കൂടി നടക്കുമ്പോൾ സയ്യിദുൽ ഉലമക്ക് വഴികാട്ടിയായിക്കൊണ്ട് മഹാനായ ശംസുൽ ഉലമയുണ്ട്, മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദുണ്ട്, മഹാരഥന്മാരായ പണ്ഡിതന്മാരുണ്ട്. ഇവരൊക്കെ ഒരു നൂറായി ഈ സമസ്തക്ക്, ആ സമസ്തയുടെ നായകന് ഒരു വെളിച്ചമായി മുന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും അവിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ആരൊക്കെ ഇകഴ്ത്താനും പരിഹസിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടാലും ഈ ഉമ്മത്ത് നൽകുന്ന സ്വീകരണം, ഈ ഉമ്മത്ത് ഇരുകയും നീട്ടി തങ്ങളെ സ്വീകരിക്കുന്നത്, ഈ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നത്, അതാണ് ഇതിനൊക്കെയുള്ള മറുപടി. അത് തന്നെയാണ് സയ്യിദുൽ ഉലമ പറയുന്നത്. ഈ നൂറിന്റെ നിറവിൽ വന്നു നിൽക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന്, ഈ ബഹുമാനപ്പെട്ട മഹത്തായ ഈ പ്രസ്ഥാനത്തിന് വല്ലാത്തൊരു ഊർജം, ഒരു എക്സ്ട്രാ എനർജി കൈവരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. അതാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ നേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ ക്യാമറ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത പല വിഷ്വലുകളും പല ആളുകളും സയ്യിദുൽ ഉലമക്ക് മുന്നേ അല്ലെങ്കിൽ സയ്യിദുൽ ഉലമയോടൊപ്പം തങ്ങളുടെ കൈപിടിച്ച് ഈ യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ മാറി നിന്ന് ഈ മുനാഫിക്കുകൾ തങ്ങൾ ഇന്നലെ പറഞ്ഞ അവിടെയും ഇവിടെയും ഒക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമസ്തയെ പരിഹസിക്കാന്, അധിക്ഷേപിക്കാന്, ഇകഴ്ത്തി കാണിക്കുവാനൊക്കെ ശ്രമിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ കാര്യങ്ങള് സയ്യിദുൽ ഉലമ പറഞ്ഞു വെക്കുമ്പോ നമ്മൾ ഇതിൽ നിന്ന് വലിയൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ നടക്കുമ്പോ തങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ, നമുക്ക് ആരോടും വെറുപ്പില്ല. ആ വെറുപ്പിന്റെ ഇത് തന്നെയാണ് സയ്യിദുൽ ഉലമ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് കാണാൻ കഴിയാത്ത പലതും സയ്യിദുൽ ഉലമ കാണുന്നുണ്ട്. സയ്യിദുൽ ഉലമ മാത്രമല്ല, പലരും കാണുന്നുണ്ട്, പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ചിലർ തിരിച്ചറിയുന്നതിന്റെ സാക്ഷ്യങ്ങൾ നമ്മൾ ഇന്നലെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുനവ്വർ അലി തങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. മുനവ്വർ അലി തങ്ങളുടെ ഒരു വൈകാരികമായ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിന് ഏറ്റവും അവസാനമായിട്ട് മുനവ്വർ അലി തങ്ങളൊരു ദുആ പങ്കുവെക്കുന്നുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ദുആ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തൗഫീക്ക് ഇല്ലാതെയാക്കാൻ, സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന തൗഫീക്ക്, ആ തൗഫീക്കിന് ഭംഗം വരുത്താനുള്ള പല പ്രവർത്തനങ്ങളും പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മുനവ്വർ അലി തങ്ങൾ പറയുക, സമസ്തയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് മുനവ്വർ അലി തങ്ങൾ അങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത്. മുനവ്വർ അലി തങ്ങളുടെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും ആ കുറിപ്പ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചിട്ട് മുനവ്വർ അലി തങ്ങൾ പറയുന്ന ആ കാര്യങ്ങള് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ വരികൾക്കിടയിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സയ്യിദുൽ ഉലമയും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വെറുപ്പ് സമസ്തക്കാരോടും വെറുപ്പില്ല, പക്ഷെ ആ വെറുപ്പിന്റെ കണികയുമായിട്ട് ഇങ്ങോട്ടും വരണ്ട. തലേക്കെട്ട് കെട്ടിയവരാണ്, പഴഞ്ചൻ വേഷങ്ങളാണ് എന്നൊക്കെ കരുതി ആരെങ്കിലും
ഒരു അണ്ടർ എസ്റ്റിമേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് നല്ലതിനല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. സയ്യിദുൽ ഉലമയുടെ വാക്കുകൾ നമുക്ക് ആവേശമാകുമ്പോൾ അതോടൊപ്പം സയ്യിദുൽ ഉലമ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കൂടി നമ്മൾ തയ്യാറാവണമെന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ.